നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും സ്നേഹമുള്ള ഇമ്മാനുവൽ നിതീരി, ഈ യോഗം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനന്ദ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവേ, ഗ്ലോബൽ പ്രസിഡന്റ് പ്രിയപ്പെട്ട രാജീവ്, വേദിയിലുള്ള കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജന്മദിന സമ്മേളനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഉജ്ജ്വലമായ വിശ്വാസം ജീവിച്ച് അത് കെടുത്താൻ അനുവദിക്കാതെ കൈമാറ്റം ചെയ്ത നമ്മുടെ ധീരരായിട്ടുള്ള നേതാക്കന്മാരെയാണ്. സഭയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ച കത്തോലിക്ക കോൺഗ്രസ് പോലൊരു സംഘടന സ്വപ്നത്തിൽ കണ്ട അഭിവന്ദ്യനായ മാർ നിതീരിക്കൽ മാണിക്കത്തനാരെ നാം ഈ ദിവസം ഓർക്കുന്നു. ഹൃദയ സ്വപ്നമായി സൂക്ഷിച്ചു അദ്ദേഹം ഒരു സംഘടന, തുടക്കമായി ജാത്യൈക്യ സംഘടന രൂപപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണെങ്കിലും ഏതാണ്ട് 1918 കത്തോലിക്ക മഹാജന സഭ എന്ന പേരിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപപ്പെട്ടു എന്ന് നമുക്കറിയാം. തുടർന്നുള്ള ചരിത്രവും നമ്മൾ ഇതിനോടകം കേട്ടിട്ടുള്ളതാണ്. നമുക്ക് ഈ ധീരരായിട്ടുള്ള പുണ്യപ്പെട്ട പിതാക്കന്മാരെയും നേതാക്കന്മാരെയും സ്നേഹപൂർവ്വം ഈ ദിവസം ഓർക്കാം. നമുക്കറിയാം, കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ജോൺ നിതീരിയെ പോലുള്ള ആൾക്കാർ, ശ്രീയക് നിതീരി, തരീത് കുഞ്ഞുത്തമ്മൻ, ഒരുപറ്റ നേതാക്കന്മാരുടെ പേരുകൾ നമ്മുടെ മനസ്സിലുണ്ട്. മാർത്തോമ ക്രിസ്ത്യാനികളെന്ന ബെർണാഡ് തോമസ് അച്ഛൻ്റെ പുസ്തകം രചിക്കപ്പെട്ടപ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോൺ നിതീരിയാണ് അതിന് അവതാരിക എഴുതിയത്. ആ അവതാരിക വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം നന്നായിട്ട് ബോധ്യപ്പെടും. ഈ സഭയെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ച്, അതിൻ്റെ ആരാധനാക്രമത്തെക്കുറിച്ച്, അതിൻ്റെ ഭരണക്രമത്തെക്കുറിച്ച് എത്ര നന്നായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. അത് വായിക്കുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ നമ്മുടെ പൗവത്തിൽ പിതാവ് എഴുതിയ ഒരു അവതാരിക പോലെ നമുക്ക് തോന്നാം. അത്രമാത്രം സഭയെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്ന നേതാക്കന്മാരാണ് നമുക്കുണ്ടായിരുന്നത്. ജീവനതുല്യം സഭയെ സ്നേഹിച്ചവരാണവർ. അവർ കൈമാറ്റം ചെയ്ത വിശ്വാസത്തിൻ്റെ, നേതൃത്വത്തിൻ്റെ ആ ദീപശിഖ കൈമാറ്റം ചെയ്യപ്പെട്ടവരാണ് നമ്മളത് കെടാതെ സൂക്ഷിച്ച് തലമുറകളിലേക്ക് പരമ്പരാഗതമായി പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഇന്ന് പാലാരൂപതയിൽ ശക്തമായി നിർഭയം പ്രവർത്തിക്കുമ്പോൾ, കത്തോലിക്ക കോൺഗ്രസിൻ്റെ വ്യക്തമായ നയം നമ്മുടെ മനസ്സിലുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ശക്തമായ ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നേറുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നാളുകളിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ ഐക്യപ്പെടുത്തുമ്പോൾ ഒരു വിഭാഗത്തോടും, ഒരു രാഷ്ട്രീയക്കാരോടും, ഒരു വ്യക്തിയോടും കത്തോലിക്ക കോൺഗ്രസിന് പ്രത്യേകമായിട്ടുള്ള വെറുപ്പോ വിദ്വേഷമോ ഇല്ലെന്ന് മാത്രമല്ല, സഭയുടെ മക്കളെ എല്ലാവരെയും ചേർത്ത് നിർത്തി ഒന്നിച്ചു മുന്നേറുവാനുള്ള കഠിന പ്രയത്നം ബോധപൂർവം നടത്തിയ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്, പാലാരൂപത കത്തോലിക്ക കോൺഗ്രസ്. അതിന് ഉറ്റമായിട്ടുള്ള പിന്തുണയും പ്രോത്സാഹനവുമാണ് നാളിതുവരെയും അഭിവന്ദ്യ പിതാവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ
അല്പം സങ്കടത്തോടു കൂടിയാണെങ്കിലും ഓർമ്മിക്കട്ടെ, ഏതാണ്ട് 10-18 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ചൊരു ആരോപണം ചാനൽ വഴി കേൾക്കാൻ എനിക്ക് ഇടവന്നത്. ഞാനത് ശ്രദ്ധാപൂർവം ശ്രവിച്ചു. അതിൻ്റെ അവഹേളനം കേട്ടപ്പോൾ ഹൃദയത്തിൽ സങ്കടം തോന്നി. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോൾ സങ്കടം മുഴുവനായിട്ടും തീർന്നു എന്ന് മാത്രമല്ല, അടിസ്ഥാനരഹിതമായ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മനസ്സിലായി. കത്തോലിക്ക കോൺഗ്രസിനെ കുറിച്ച്, ഒരു സംഘടനയെ കുറിച്ച് കേട്ടിട്ടില്ല എന്നതിന് വണ്ണം നടിച്ച് കത്തോലിക്ക കോൺഗ്രസ് ആവശ്യ സന്ദർഭങ്ങളിൽ അവർ പ്രത്യക്ഷപ്പെടുന്നവരല്ല എന്ന് പറഞ്ഞത് പ്രത്യേകമായൊരു സംഭവത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ്. 2021 സെപ്റ്റംബർ മാസം 10-ാം തീയതി നമ്മുടെ സഹോദരന്മാരായ ചില വ്യക്തികൾ ചില കാര്യങ്ങളിലുള്ള അവരുടെ അഭിപ്രായ വ്യത്യാസം അറിയിച്ചുകൊണ്ട് പാലായിലൂടെ ഒരു ജാഥ നടത്തിയപ്പോൾ ആ ജാഥയുടെ മുൻപിൽ വന്ന് ഞാനാണ് ആ ജാഥയെ തടഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കാണ്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ പോലും കാണാൻ കഴിഞ്ഞില്ല എന്ന് പല വേദികളിൽ ഒരു ഉടുപ്പുമില്ലാതെ പച്ചക്കള്ളം പറയുമ്പോൾ അവസാനമായിട്ട് ഇങ്ങനെ ഒരു ചാനലിലൂടെ പറയുമ്പോൾ അതിന് ശരിയായ ഒരു വിശദീകരണവും സത്യസന്ധമായ ഒരു അവതരണവും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ആദ്യമായി ഒരു മറുപടി വളരെ സ്നേഹബുദ്ധിയ നമ്മൾ പറയുന്നത്. 2021 അതെ, ഞാൻ പറഞ്ഞല്ലോ, സെപ്റ്റംബർ 10-ാം തീയതി ഇങ്ങനൊരു സംഭവം നടന്നെങ്കിൽ ആ ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അഭിമന്യ പിതാവ് യാതൊരു അസ്വസ്ഥതയും കൂടാതെ ആ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട ജോൺ കച്ചറമറ്റൽ സാറിന്റെ വീട്ടില് സാറിന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊടുക്കുന്ന ഒരു അവാർഡ് ദാനം ചെയ്യുന്നതിന് അഭിമന്യ അതിരൂപതാധീശനോടൊപ്പം ജോൺ സാറിന്റെ വീട്ടിൽ പങ്കെടുക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ക്ഷണിച്ചിരുന്നത് കൊണ്ട് നമ്മുടെ രാജീവും ഞാനുമൊക്കെ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ പതിവിന് വിരുദ്ധമായി ഒരു വണ്ടി പോലീസ് കണ്ടപ്പോഴാണ് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ജാഥ അവിടെ നടക്കുന്നു എന്ന വിവരം അറിഞ്ഞത്. വാസ്തവത്തിൽ ആ സമയത്ത് ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയട്ടെ, പിതാവിൻ്റെ അടുത്തിരുന്ന് നമ്മുടെ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരിയെ ഇക്കാര്യം ഒന്ന് വിളിച്ചറിയിച്ചത് അഭിമന്യ പിതാവ് കേൾക്കാതെയാണ്. അങ്ങനെ വിളിച്ചറിയിക്കാൻ കാരണം അങ്ങനെ ആരുടെയും ഒരു പ്രൊട്ടക്ഷന്റെ ആവശ്യം പിതാവിനില്ലെന്ന് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ്. അവിടെയുള്ള അച്ഛന്മാരോ വികാരി അച്ഛന്മാരോ ആരോടും ഇങ്ങനൊരു സംഭവം നടക്കുന്നതായിട്ട് പോലും പറഞ്ഞില്ല. എനിക്ക് ഉറപ്പുണ്ട് ആ സമയം ആരെങ്കിലും ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ, അന്ന് ഞാൻ രാമപുരം പള്ളിയുടെ വികാരിയായിരിക്കുമ്പോൾ 69 യൂണിറ്റുകളിലേക്ക് എൻ്റെ കൈക്കാരന്മാരിൽ ഒരാളോട് വിളിച്ചു പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂറിനകം പാലായില് 1000-ലേറെ ആളുകളെ കൊണ്ടെത്തിക്കാനായിട്ട് നിമിഷ നേരം കൊണ്ട് സാധിക്കും. എന്നെ പോലെയുള്ള അച്ഛന്മാർ നോക്കിയാൽ അത് ഈസിയായിട്ട് സാധിക്കും. അഭിമന്യ പിതാവ് അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് നമ്മുടെ നേതാക്കന്മാരോടും അംഗങ്ങളോടും മാത്രം അദ്ദേഹം കേൾക്കാതെ അവിടെ ഇരുന്ന് നമ്മുടെ പ്രസിഡന്റിനെ അറിയിച്ചതിൻ്റെ ഫലമായി ഇത് അവിടെ നിന്ന് പോയപ്പോൾ ഞാനും അവിടുത്തെ കൈക്കാരന്മാരും ഒക്കെ പാലായിലേക്കാണ് പോയത്. നമ്മുടെ നിധീരി, അതുപോലെ രാജീവ്, ഷാജു ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും അതിനോടകം അരമനയിലെത്തിയിരുന്നു. അവിടെ സംഭവിച്ചത് ഞങ്ങൾക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അതിലെല്ലാം പടങ്ങളുണ്ട്. അവിടെ അരമനയിലേക്ക് ആരെങ്കിലും ശരിയല്ലാത്ത രീതിയിൽ
മാർച്ച് ചെയ്യുന്നത് തെറ്റായ ഒരു കാര്യമാണെന്ന് അവിടെ കൂടിയ നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഉറക്കെ പറഞ്ഞവരാണ്. സത്യസന്ധമായി പറഞ്ഞാൽ ആ സമയത്തോ അതിനു മുൻപോ നമ്മളെ അവഹേളിച്ച ഈ പ്രിയ നേതാവിൻ്റെ ഒരു പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വളരെ സത്യസന്ധമായി ഉറച്ച സ്വരത്തിൽ നിർഭയം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീട് സെപ്റ്റംബർ 11-ാം തീയതി രാവിലെ ഏതോ ഒരു സംഘടനയുടെ സമ്മേളനം അവിടെ നടന്നു. അതിലാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. തുടർന്ന് 11-ാം തീയതി ഉച്ച കഴിഞ്ഞ് കത്തോലിക്ക കോൺഗ്രസ് കുരിശുപള്ളി കവലയിൽ പ്രതിഷേധ യോഗം ചേർന്നു. ആ യോഗത്തിൽ നമ്മുടെ നേതാക്കന്മാർ പലരും നിഷേധിച്ചെങ്കിലും ഞാൻ അവരെ സാന്ത്വനപ്പെടുത്തി അദ്ദേഹത്തിന് കൂടി പ്രസംഗിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തു. ഇതിൻ്റെ എല്ലാം ഫോട്ടോ സഹിതം നമ്മുടെ കയ്യിൽ തെളിവുകളുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിനെ അനാവശ്യമായിട്ട് അവഹേളിക്കുവാനായിട്ട് ഈ പ്രിയ സഹോദരൻ മുതിർന്നത് എന്ന് ഞാൻ വ്യസനസമിതി അവസരത്തിൽ ഓർക്കുകയാണ്. വീണ്ടും കത്തോലിക്ക കോൺഗ്രസ് 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞ സെപ്റ്റംബർ 2020 സെപ്റ്റംബർ 12 ഞായറാഴ്ചയുടെ ദിനപത്രത്തിൽ അവിടെ നടന്ന എല്ലാ സമ്മേളനങ്ങളെക്കുറിച്ചും ഇന്നലെ നടന്ന പ്രതിഷേധ യോഗം എന്ന രീതിയിൽ വ്യക്തമായി പടം സഹിതം കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്നത്. നമുക്കാർക്കും ഒരു സത്യത്തെ കുഴിച്ചു മൂടാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതൊന്നും നമ്മുടെ സംഘടന ഗൗനിക്കുന്നില്ല. എമിലി സോളോയുടെ ഒരു വാചകം ഞാൻ ഓർക്കുകയാണ്. സത്യം അടച്ചുപൂട്ടി മണ്ണിനടിയിൽ കുഴിച്ചിട്ടാൽ അത് അവിടെ കിടന്ന് വളരുകയും വൻപിച്ച സ്ഫോടനശേഷി സമ്പാദിക്കുകയും ചെയ്യും. അത് പൊട്ടിത്തെറിക്കുമ്പോൾ അതിൻ്റെ വഴിയിലുള്ള സകല പ്രതിബന്ധങ്ങളെയും തകർത്തു കളയും. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആദിമസഭയുടെ ചരിത്രം നമുക്കറിയാം. നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാര് നടപടി പുസ്തകം 7-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നു. തീഷ്ണമതിയായ സ്തെഫാനോസ് ശക്തമായി ജനങ്ങളെ തിരുത്തിക്കൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം ഇഷ്ടമില്ലാതെ അദ്ദേഹത്തെ കല്ലെറിയുന്നതും അദ്ദേഹം വീഴുന്നതും മുറ്റിന്മേൽ എഴുന്നേൽക്കുന്നതും അതിനുശേഷം എന്താണ് ക്രിസ്തീയതയെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ കയറി വരുന്നതും ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും ഞാൻ കാണുന്നു. പിതാവേ, ഇവരുടെ പാപം ഇവരുടെ മേൽ ചുമത്തരുതേ. ഇതാണ് കത്തോലിക്ക സഭയുടെ ശക്തി. ഇതാണ് ഈശോ പഠിപ്പിച്ച മാർഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വാസ്തവത്തിൽ അവിടെ വലിയൊരു ജനാവലിയെ കൂട്ടാൻ നമ്മൾ ഭയപ്പെട്ടത് അഭിമന്യ പിതാവ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് പിതാവിൻ്റെ മനസ്സറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം വഴികളാണുള്ളത് നിമിഷ നേരം കൊണ്ട് ആളുകളോട് സംഘടിക്കാൻ. അത് നമ്മുടെ ബലഹീനതയല്ല, കത്തോലിക്ക സഭയുടെ ബലമാണ്, ഈശോയുടെ ബലമാണ്, പരിശുദ്ധാത്മാവിന്റെ ബലമാണ്. ഈ ബലത്തിലാണ് സത്യത്തിൽ നമ്മൾ എന്നും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഒരു സത്യസന്ധമായൊരു വസ്തുതയെ എത്രമാത്രം കള്ളം പറഞ്ഞ് നമസ്കരിച്ചാലും ഒരിക്കലും സാധിക്കാത്ത കാര്യത്തിനാണ് ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കുന്നത് എന്ന് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കാരോടും ശത്രുതയില്ല, നമ്മുടെ ഒരു രാഷ്ട്രീയ കക്ഷിയല്ല, നമുക്ക് രാഷ്ട്രീയമായ നിലപാടുകളുണ്ട്. സഭയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ, സഭയുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ, സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഇടപെടും. സഭയ്ക്കും സമുദായത്തിനും വേണ്ടി മാത്രമല്ല, സമൂഹത്തിലെ മറ്റെല്ലാ അംഗങ്ങൾക്കും വേണ്ടി ഇടപെടും.
ഇതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നയമെന്ന് നമ്മുടെ പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിർഭയമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിന് തെല്ലും സംശയം വേണ്ട. സ്നേഹമുള്ളവരെ, ഈ ദിവസം 108ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ബോധ്യങ്ങൾ ഇതുതന്നെയാണ്. നമ്മൾ സത്യത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പുണ്യപ്പെട്ട പിതാക്കന്മാരെ പോലെ ഈശോയുടെ മാർഗത്തിൽ ഉറച്ച നിലപാടെടുക്കും. കഴിഞ്ഞ ദിവസം സൺഡേ സ്കൂൾ ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു രൂപതാ ഡയറക്ടർ എന്തോ പറഞ്ഞു വന്നപ്പോൾ ഒരു കമൻ്റ് പറഞ്ഞു. അതെങ്ങനെയാണ്, നിങ്ങളുടെ പിതാവ് ഒരു കാര്യം പറഞ്ഞാൽ അതൊരിക്കലും മാറ്റി പറയില്ല. ഞാൻ പറഞ്ഞു, വെറുതെ ഒരു കമൻ്റ് പറയാറില്ല. നന്നായി പഠിച്ച് ബോധ്യപ്പെട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ബോധ്യപ്പെടുമ്പോഴാണ് അദ്ദേഹം അത് പറയുന്നത്. ഒരിക്കൽ ഏതോ ഒരു അവസരത്തിൽ അഭിനന്ദ പിതാവിനോട് ഞാനിങ്ങനെ ഒരു കമൻ്റ് പറഞ്ഞു. സാധാരണ പറഞ്ഞൊരു കമൻ്റാണ്. പിതാവ് ഈ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ചൈതന്യത്തോടുകൂടി പറയുമ്പോൾ അത് വലിയൊരു ശക്തിയാണ്. പിതാവ് അതിന് മറുപടി പറഞ്ഞത്, ഒരുപക്ഷെ എനിക്ക് പരസ്യമായിട്ട് പറയാൻ അല്പം ഒരു മടിയുണ്ടെങ്കിലും ഞാൻ പറയുകയാണ്. ഞാനങ്ങനെ പഠിച്ചു ബോധ്യപ്പെട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ട് അത് മാറ്റി പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം പിന്നെ ഈ സ്ഥാനത്ത് തുടരാതിരിക്കുന്നതാണ്. സഭയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ അഭിവന്യ പിതാക്കന്മാർ പ്രവർത്തിക്കുന്നത്. അവരെ ആരധിക്ഷേപിച്ചാലും, ഏത് പിതാവിനെ അധിക്ഷേപിച്ചാലും കത്തോലിക്ക കോൺഗ്രസ് അതിനെ ചോദ്യം ചെയ്യും. ശരിയായ വിധത്തിൽ. വെറുതെ അല്ല നമ്മുടെ രൂപത്തിൽ ഒരു പിതാവ് ഉണ്ടാകുന്നത്. നമ്മുടെ അച്ഛന്മാരുടെ ഗണത്തിൽ ഏറ്റവും യോഗ്യനെന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ബോധ്യപ്പെടുന്ന ആളെ കുറിച്ച് നല്ലവണ്ണം പഠിച്ച്, അതെ, മാർപ്പാപ്പായുടെ തീരുമാനമനുസരിച്ച് ഒരാൾക്ക് പട്ടം കൊടുക്കുമ്പോൾ അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞതുപോലെയാണ് നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ കാണുന്നത്. വേർ ദ ബിഷപ്പ് ദർ ഈസ് ദ ചർച്ച്. എവിടെ മെത്രാനുണ്ടോ അവിടെ സഭയുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? എവിടെ മെത്രാനുണ്ടോ അവിടെ ഈശോയുടെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. അതിൽ കുറഞ്ഞൊരു കാഴ്ചപ്പാട് നമുക്കില്ല. ഇത് ആദിമസഭയുടെ വ്യക്തമായ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ആദിമസഭയിലെ ഒരു പിതാക്കന്മാർക്കും ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. കൊലക്കളത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോഴും എത്ര ലാഘവത്തോടെയാണ് ആരാച്ചാര്യന്റെ മുമ്പിൽ അവർ പ്രതികരിക്കുന്നത്. നമുക്കറിയാം, ഈ പറഞ്ഞ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് അദ്ദേഹം പറയുകയാണ്, എനിക്ക് വരാൻ പോകുന്ന മഹാഭാഗ്യത്തിൽ നിന്ന് നിങ്ങൾ എന്നെ തടയരുത്. എന്താണ് ആ മഹാഭാഗ്യം? ആ മഹാഭാഗ്യം നാം അറിയുന്നു. പട്ടിണിക്കിട്ടിരിക്കുന്ന വന്യമൃഗങ്ങളുടെ പല്ലുകൾ കൊണ്ട് പൂർണ്ണമായും ചവച്ചരയ്ക്കപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധമായ ഗോതമ്പപ്പമായി തീരണം. ഇതാണ് ശരിയായ പിതാക്കന്മാരുടെ ബോധ്യം. ഇതാണ് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. പൊളികാർപ്പ് പിതാവ് തൻ്റെ ആരാച്ചാര്യരെ ചോദിക്കുകയാണ്. 85 വയസ്സ് കഴിഞ്ഞ് 86 വയസ്സായി. ഹേ കളവ, അവനെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ നിനക്ക് കട്ടിലേ കിടന്ന് മര്യാദയ്ക്ക് മരിക്കാമല്ലോ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം. 86 വർഷക്കാലം ഞാൻ അവനെ സേവിച്ചു, അവൻ എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ ഞാൻ അവനെ എന്തിനു തള്ളി പറയണം? സ്നേഹമുള്ളവരെ, നമ്മുടെ ആദരണീയരായ പിതാക്കന്മാര് നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ സന്തോഷത്തെയോ ആവശ്യത്തെയോ മുൻനിർത്തി കണ്ടല്ല അവർ പ്രവർത്തിക്കുന്നത്. അവർ എപ്പോഴും സത്യത്തെ മുൻനിർത്തി, ഈശോയെ മുൻനിർത്തി പ്രവർത്തിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്ക് സന്തോഷത്തോടെ, തീഷ്ണതയോടെ, ആകാംക്ഷയോടെ നമ്മൾ കാതോർക്കുന്നെങ്കിൽ അവരിലൂടെ കേൾക്കുന്നത് ദൈവസ്വരമാ. അവരെക്കുറിച്ച് ഒരിക്കൽ ഒരാൾ മെത്രാനായാൽ
പിന്നെ മരിക്കുന്നുണ്ട് മരം എത്രയാണെന്നൊക്കെ അവഹേളനപൂർവ്വം പറയുമ്പോൾ നമുക്കൊന്നേ പറയാനുള്ളൂ, കത്തോലിക്കാ സഭയെയും ഈശോയെയും ഈശോയുടെ കുദാശകളെക്കുറിച്ചും യാതൊരു അറിവുമില്ലാത്തവർക്ക് മാത്രം പറയാൻ സാധിക്കുന്ന കാര്യമാണത്. കാര്യങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഒരുപാട് ചിന്തകൾ മനസ്സിലുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതി ബോധപൂർവം മനസ്സിലാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കേണ്ടതാണ്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് 108-ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ സഭയോട്, സമുദായത്തോട്, ഈശോയുടെ ശക്തിയോടെ, ചൈതന്യത്തോടെ ചേർന്നു നിൽക്കാം. സത്യവിരുദ്ധമായ കാര്യങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ച് അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈശോയുടെ പരിശുദ്ധാത്മ ശക്തിയിൽ നമുക്ക് നിറഞ്ഞു പ്രവർത്തിക്കുവാനുള്ള ഊർജവും ശക്തിയും സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.